സ്കൈപ്പ് ഈസ് നോ മോർ. അതെ, മൈക്രോസോഫ്റ്റ് സ്കൈപ്പ് ഷട്ട് ഡൗൺ ചെയ്യാനായിട്ട് പോവുകയാണ്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം അങ്ങനെ സ്കൈപ്പും ഒരു ഓർമ്മയായിട്ട് മാറാൻ പോവുകയാണ്. അപ്പോൾ എന്താണ് ഈ സ്കൈപ്പ് ഷട്ട് ഡൗൺ എന്നതിനെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. മൈക്രോസോഫ്റ്റ് ഇപ്പോൾ എടുത്ത് തന്നെ ഒരു അനൗൺസ്മെൻറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. അതിലാണ് അവർ ഈ ഒരു കാര്യം പറഞ്ഞത്. അതായത് സ്കൈപ്പ് മൈക്രോസോഫ്റ്റ് പൂർണ്ണമായിട്ടും നിർത്തലാക്കാനായിട്ട് പോവുകയാണ്. പകരം ഇതിനെ മാറ്റിയിട്ട് സ്കൈപ്പിനെക്കാട്ടിൽ ഒന്നുകൂടി ബെറ്റർ ആയിട്ടുള്ള, എന്നാൽ സ്കൈപ്പിനോട് സിമിലർ ആയിട്ടുള്ള മറ്റൊരു വീഡിയോ കോളിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആപ്ലിക്കേഷൻ വരുന്നു. മൈക്രോസോഫ്റ്റ് ടീംസ് എന്നാണ് ഇതിൻ്റെ പേര്. സ്കൈപ്പിൻ്റെ ടെക്നോളജിയെ അല്ല, പകരം പുതിയൊരു വേ ഓഫ് സ്റ്റൈലിലായിരിക്കും മൈക്രോസോഫ്റ്റ് ടീംസ് വരിക എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. എന്ന് വെച്ചാൽ അറ്റ് ദിസ് പോയിന്റ് വി ക്യാൻ സേ ദാറ്റ് മൈക്രോസോഫ്റ്റ് ഈസ് സ്റ്റാർട്ടിംഗ് ഫ്രം ദ സ്ക്രാച്ച്. ഇനി ഇത് കേട്ടിട്ട് നിങ്ങൾ സ്കൈപ്പ് യൂസേഴ്സ് ഒട്ടും തന്നെ വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൈപ്പ് അക്കൗണ്ടിലെ ഡാറ്റ സഹിതം മൈക്രോസോഫ്റ്റ് ടീംസിലോട്ട് ഷിഫ്റ്റ് ചെയ്യാം. അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൈപ്പ് അക്കൗണ്ട് നേരെ മൈക്രോസോഫ്റ്റ് ടീംസിൽ പോയി ലോഗിൻ ചെയ്യാമെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ കോണ്ടാക്ട്സ്, ചാറ്റ്സ് ഒക്കെ ഇതിൽ റിട്രീവ് ചെയ്തെടുക്കാം. മെയ് 5, 2025 നമ്മുടെ സ്കൈപ്പ് എന്ന ആപ്ലിക്കേഷനെ ഷട്ടർ ഇടാനായിട്ട് നമ്മുടെ മൈക്രോസോഫ്റ്റ് തീരുമാനിച്ചിട്ടുള്ളത്. അതുവരെ സ്കൈപ്പ് യൂസേഴ്സിന് സ്കൈപ്പ് യൂസ് ചെയ്യാം. അതുവരെയുള്ള എക്സിസ്റ്റിംഗ് പെയ്ഡ് സർവീസസും യൂസ് ചെയ്യാം. ഇനി നിലവിൽ പുതിയതായി പെയ്ഡ് പ്ലാൻസ് അല്ലെങ്കിൽ പെയ്ഡ് സർവീസസ് ഒന്നും തന്നെ സ്കൈപ്പിൽ പർച്ചേസ് ചെയ്യാൻ പറ്റില്ല. ബട്ട് എക്സിസ്റ്റിംഗ് യൂസേഴ്സിന്, എക്സിസ്റ്റിംഗ് സർവീസസ് പർച്ചേസ് ചെയ്ത ആളുകൾക്ക് അടുത്ത റിന്യൂവൽ പീരീഡ് വരെ യൂസ് ചെയ്യാം. ഇനി മെയ് 5 കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സിസ്റ്റിംഗ് സർവീസ് യൂസ് ചെയ്യുന്നവർക്ക്, അത് ബാക്കിയുള്ളവർക്ക് സ്കൈപ്പ് വെബ് പോർട്ടലിലൂടെ സ്കൈപ്പ് ഡയൽ പാഡ് എന്ന് പറയുന്ന ഒരു സംഭവം അവൈലബിൾ ആയിരിക്കും അവരുടെ സർവീസസ് ഫുള്ളായിട്ട് യൂസ് ചെയ്യാനായിട്ട് വേണ്ടിയിട്ട്. 2003 സ്കൈപ്പ് ലോഞ്ച് ചെയ്യുന്നത്. ഒരു കാലത്ത് മാർക്കറ്റിലെ വൺ ഓഫ് ദി മോസ്റ്റ് ഡോമിനൻ്റ് ആയിട്ടുള്ള പ്ലെയർ ആയിരുന്നു നമ്മുടെ സ്കൈപ്പ് എന്ന് പറയുന്നത്. പിന്നീട് 2011 മൈക്രോസോഫ്റ്റ് $8.5 ബില്യൺ സ്കൈപ്പ് പർച്ചേസ് ചെയ്യുന്നത്. എന്നാൽ സത്യാവസ്ഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൈക്രോസോഫ്റ്റിന് കാര്യമായ ഒരു ഇമ്പാക്റ്റും തന്നെ സ്കൈപ്പിലൂടെ ഉണ്ടാക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ്. ഇനി എന്തുകൊണ്ടാണ് പിന്നീട് സ്കൈപ്പ് പച്ച പിടിക്കാതെ ഇരുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇമ്മെൻസ് കോമ്പറ്റീഷൻ തന്നെയാണ്. അതായത് ഈ ലോക്ക്ഡൗൺ കാലത്തൊക്കെ ഈ സൂമും ഗൂഗിൾ മീറ്റൊക്കെ പോലത്തെ ആപ്ലിക്കേഷൻസ് വന്നപ്പോൾ ദർബൈ ആളുകൾ എന്ത് ചെയ്തു, സ്കൈപ്പിൽ നിന്ന് ഇത്തരം ആപ്ലിക്കേഷൻസിലോട്ട്, സൂമും ഗൂഗിൾ മീറ്റൊക്കെ പോലത്തെ മറ്റ് പ്ലാറ്റ്ഫോംസിലോട്ട് ഷിഫ്റ്റായി. അതിലൊരിക്കലും കൺസ്യൂമേഴ്സിന് അല്ലെങ്കിൽ നമ്മളെ കസ്റ്റമേഴ്സിന് കുറ്റം പറയാനായിട്ട് പറ്റില്ല. കാരണം നമ്മൾ കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും മോർ കംഫർട്ടബിളും മോർ റിലയബിളും മോർ എഫിഷ്യൻ്റ് ആയ സ്ഥലത്തേക്ക് മാത്രമേ പോവുള്ളൂ. അതിൻ്റെ റിയാലിറ്റി അങ്ങനെയാണ്. ഇനി പറയാതിരിക്കാൻ വയ്യ, ഈ സൂം ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ ഗൂഗിൾ മീറ്റ് ആയിക്കോട്ടെ, നമ്മുടെ ഈ സ്കൈപ്പിനെ അപേക്ഷിച്ച് ഈ രണ്ട് സാധനങ്ങൾ അല്ലെങ്കിൽ ഒട്ടുമിക്ക അന്ന് വന്ന ഇത്തരം വീഡിയോ കോളിംഗ് ആപ്ലിക്കേഷൻസ് എല്ലാം തന്നെ വളരെ റോക്ക് സോളിഡ് പെർഫോമൻസ് ആയിരുന്നു കാഴ്ചവെച്ചിരുന്നത്. അതുപോലെ തന്നെ ഒന്നുകൂടെ സ്മൂത്തർ ആയിട്ടുള്ള എക്സ്പീരിയൻസും അവർ പ്രൊവൈഡ് ചെയ്തിരുന്നു. അതിപ്പോൾ വർക്കിൻ്റെ കാര്യമായാലും അല്ലെങ്കിൽ നമ്മൾ ഫ്രണ്ട്സ് തമ്മിൽ ഇൻഫോർമലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണെങ്കിൽ പോലും വളരെ ബെസ്റ്റ് ആൻഡ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടൂൾസ് തന്നെയായിരുന്നു സംഭവം ഈ ലോക്ക്ഡൗണിന് ശേഷം വന്ന ഇത്തരം പ്ലാറ്റ്ഫോംസ് എന്ന് പറയുന്നത്. എന്തായാലും മെയ് 5 വരെ നമ്മുടെ മൈക്രോസോഫ്റ്റ് സ്കൈപ്പ് യൂസേഴ്സിന് കാലാവധി കൊടുത്തിട്ടുണ്ട്. അതായത് അതവർ അഷ്യൂർ ചെയ്തൊരു കാര്യമാണ്, ഉറപ്പാക്കിയൊരു കാര്യമാണ്. കാരണം മൈക്രോസോഫ്റ്റ് ടീംസിലോട്ട് ഷിഫ്റ്റ് ആവാനും അല്ലെങ്കിൽ ടീംസ് മൊത്തത്തിലൊന്ന് എക്സ്പ്ലോർ ചെയ്ത് അവിടെ ഒന്ന് സെറ്റ് ആവാനൊക്കെ വേണ്ടിയിട്ട്. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ഷെയർ, ലൈക്ക് ആൻഡ് സപ്പോർട്ട്. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.